ഒരു മനുഷ്യന് ശരിക്കും എത്ര മുഖങ്ങളുണ്ട്? അയാളാണോ അതോ ഇയാളാണോ ശരി? ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ശക്തിയും ദൗർബല്യവും എല്ലാം അവന്റെ വ്യത്യസ്ത തലങ്ങളായിട്ട് കിടപ്പില്ലേ? അതെ, അറിയും തോറും ആഴം കൂടി വരുന്ന ദുരൂഹതയുടെ പേരാണ് മനുഷ്യൻ. സംശയമുണ്ടെങ്കിൽ ആസിഫ് അലിയും അമല പോളും ഷറഫുദ്ദീനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്ന ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ കണ്ടു നോക്കുക. ഇതിനെ ഏത് ജോണറിൽ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വരും. സസ്പെൻസ് ആണോ? സസ്പെൻസ് ഉണ്ട്. ട്വിസ്റ്റ് ആണെങ്കിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഇനി ആർട്ടാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഡ്രാമയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ പല ജോണറുകളിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സിനിമയാണിത്. കഥാപാത്രങ്ങളുടെ വികാരത്തോടൊപ്പം സഞ്ചരിക്കുന്ന, വികാരങ്ങളെ അറിഞ്ഞെഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ കാതൽ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ ഉള്ളിലുള്ള പൂർണ്ണതയെ, ആസിഫ് അലി ആ കംപ്ലീറ്റ് ആക്ടറിനെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സിനിമയാണിതെന്ന് പറയാം. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ. ശരിക്കും പല സീനുകളിലും ആസിഫ് അലിയുടെ മുഖത്തെ പേശികളുണ്ടല്ലോ, അമല പോളിന്റെയും അതുപോലെ ഷറഫുദ്ദീന്റെയും ഒക്കെ വാക്കുകളിലും കണ്ണുകളിലും ഒക്കെ വരുന്ന തീക്ഷ്ണതയോടെ മത്സരിച്ച് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത്രയും മികച്ച രീതിയിലാണ് ശരിക്കും ഷറഫുദ്ദീന്റെ ഒക്കെ ആക്ടിങ് അതിഗംഭീരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് കണ്ടിട്ടുള്ളത്. അമല പോളും ശക്തമായിട്ടുള്ള പെർഫോമൻസുമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം പോകുന്നത്. ആസിഫ് അലി ചെയ്യുന്ന ആ ക്യാരക്ടറിന്റെ ജീവിത പരിസരം, ആ ജീവിത പരിസരം കാരണം അയാളിൽ അത്രയും വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുവഴി അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹം കാര്യങ്ങളോട് സമീപിക്കുന്ന രീതികൾ, അതെല്ലാം ആസിഫിനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നേയില്ല, മുഴുവനായിട്ടും ആ കഥാപാത്രമാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് എല്ലാം വായിച്ചെടുക്കാം. ഈ കാണുന്ന ആ കഥയുടെ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലുള്ള ആ കഥയ്ക്ക് അപ്പുറത്തോട്ട് ശരിക്കും ആ ക്യാരക്ടറിനെ, ആസിഫിന്റെ ക്യാരക്ടറിനെ മാത്രം എടുത്ത് പഠിച്ചാൽ തീരാത്ത അത്രയുണ്ട്. ശരിക്കും ആ ഒരു നിലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും എല്ലാ സമീപനങ്ങളും ആസിഫിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് പറയാം. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ക്യാമറ. ശരിക്കും ഈ അഭിനേതാക്കളുടെ പെർഫോമൻസിനെയും അതുപോലെ ആ സ്ക്രിപ്റ്റിന്റെ ആ ഒരു നിഗൂഢതയും ഭംഗിയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ക്യാമറ വർക്കാണ്. പല ഷോട്ടുകളും, ചില ലോങ് ഷോട്ടുകൾ, ഹൈറ്റിൽ നിന്ന് വരുന്ന ഷോട്ടുകൾ, ആ കിണറിന്റെ ഷോട്ടൊക്കെ ശരിക്കും ഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാഴ്ചയിൽ നമുക്ക് തോന്നും ഇതിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ്. ആ ട്വിസ്റ്റ് പൊളിഞ്ഞാൽ പിന്നെ എന്ത് റിപ്പീറ്റ് വാല്യൂ എന്ന് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു നിലവിൽ ഈ പടം ഒരു പ്രാവശ്യം കണ്ടപ്പോൾ മനസ്സിലായതിനേക്കാൾ അധികം കാര്യങ്ങൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്ന ട്വിസ്റ്റുകൾക്ക് അപ്പുറത്തോട്ട് ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതം ശരിക്കും അതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓരോ അനുഭവങ്ങൾ മനുഷ്യനെ എങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വട്ടം കൂടി കാണുകയാണെങ്കിൽ അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും.